സപ്ലയർ. എങ്ങനെ ഒരു സപ്ലയറെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി മാസ്റ്റേഴ്സിനകത്തെ അക്കൗണ്ട് സെക്ഷനിൽ സപ്ലയർ എന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. വരുന്ന സ്ക്രീനിനകത്ത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സപ്ലയേഴ്സിന്റെ ലിസ്റ്റ് ആയിരിക്കും കാണുന്നത്. ഇത് വ്യൂ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. പുതിയൊരു സപ്ലയറെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് സപ്ലയർ സെലക്ട് ചെയ്യുക. വരുന്ന സ്ക്രീനിൽ സപ്ലയർ ഡീറ്റെയിൽസ് കൊടുക്കാം. എക്സാമ്പിൾ, ഞാനൊരു നെയിം കൊടുക്കുന്നു. രജിസ്ട്രേഷൻ ടൈപ്പ് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെയിം മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് സപ്ലയറെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമെങ്കിൽ അഡീഷണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, പിൻകോഡ് മുതലായവ കൊടുക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ആക്ടിവേറ്റ് ബിൽ വൈസ് ഡീറ്റെയിൽസ് യെസ് കൊടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ലിമിറ്റ്, ക്രെഡിറ്റ് ഡേയ്സ് എന്നിവ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണമെങ്കിൽ ഓപ്പണിംഗ് ടൈപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സപ്ലയർ സേവ് ആവുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സപ്ലയേഴ്സിനെ നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമുക്കെങ്കിൽ ത്രൂ സപ്ലയറെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് സപ്ലയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സപ്ലയറിനെ ഇമ്പോർട്ട് ചെയ്യാനുള്ള എക്സലിന്റെ ഫോമാറ്റ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല, നമ്മൾ ഓൾറെഡി എക്സൽ ഫോമാറ്റ് ഒക്കെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് സപ്ലയേഴ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫയലിനകത്തേക്ക് പോവുകയും നമുക്ക് അവിടുന്ന് ഫയൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സപ്ലയറിനെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്.